25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തൻ കുറുഞ്ചെലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഫ്രണ്ട്സ് ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന മക്കളെ എന്താ രസം. എന്തായാലും റിറ്റുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ, ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ. 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ. വന്നളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. ചൂണ്ടോടി സൂപ്പറാടി, സൂപ്പറാ. ഏതാ മൂട് മൂട് എന്താ ഇനിയിപ്പോ ഞാൻ എന്താ ഓരോട് പറയാനോ. നമ്മൾ 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല. ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും, എല്ലാവരോടും ഞാൻ എന്ത് ചെയ്ത് എനിക്ക് പിന്നെ എല്ലാവരും ആ ഉഷാറായിക്കെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്കും ഇനി നിങ്ങളും എൻ്റെ കൂടെ വരണം, ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇത്രയും പ്രായത്തിൽ ഞാൻ പോയല്ലോ. പൊതുവെ എനിക്ക് മുട്ടുവേദന, കാലുവേദന, പല പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷേ എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം തോന്നി. അതുപോലെ തന്നെ മറ്റാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും.